എറണാകുളം കളമശ്ശേരിയിൽ വലിയ തോതിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ ഉപേക്ഷിച്ച നിലയിൽ കൂട്ടമായി കാർഡുകൾ ലഭിച്ചത് ചപ്പുചവറുകൾക്കിടയിൽ നിന്നും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും രാജ്യദ്രോഹികൾ നുഴഞ്ഞുകയറിയെന്ന് അടിവരയിടുകയാണ്. ഇന്ത്യക്കാർ അല്ലാത്തവർ പോലും വൻതോതിൽ കേരളത്തിലെ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ വോട്ട് ചെയ്തുവെന്നും വ്യാജ കാർഡ് ഉപയോഗിച്ചുവെന്നുമുള്ള ഞടുക്കുന്ന വിവരങ്ങൾ കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. മുൻപ് പാലക്കാട് ഒറ്റപ്പാലത്തും ഇത്തരത്തിൽ ID കാർഡുകൾ കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ കൊച്ചി കളമശ്ശേരിയിൽ ഈ കാർഡുകൾ കണ്ടെത്തി. പോലീസിൽ വിവരം നൽകിയ ബോസ്കോ കളമശ്ശേരി എന്ന പൊതുപ്രവർത്തകൻ തന്നെ കൃത്യമായ വിവരങ്ങളുമായി കർമ്മ ന്യൂസിനോടൊപ്പം ചേരുന്നു. ഇത്തരത്തിലുള്ള ID കാർഡുകൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിച്ചു എന്നുള്ള വിവരം വീണ്ടും പുറത്തു വരികയാണ്. ഇത് കള്ളനോട്ട് അടിക്കുന്നത് പോലെയും അല്ലെങ്കിൽ ബുക്ക് അടിച്ചു ഇറക്കുന്നത് പോലെയും ഒക്കെയാണ് ഇപ്പോൾ കണക്കില്ലാതെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് അടിക്കുകയും അത് ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുകയും ചെയ്യുന്നത്. എന്താണ് കളമശ്ശേരിയിൽ നടന്ന സംഭവങ്ങൾ? കാരണം ഇതൊരു 230 വോട്ടേഴ്സ് ID ആണ്. ഒരു പയ്യനാണ് എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ ചെന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിനകത്ത് ഒരുപാട് ID കാർഡുകൾ ഉണ്ടെന്ന് കണ്ടത്. തുടർന്ന് പോലീസിന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്യുകയും പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ടാണ് പോലീസ് 230 ID കാർഡ് എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് കടന്ന് ഇവിടെ ID കാർഡ് ഉണ്ടാക്കി നിർമ്മിച്ച് നൽകിയതാണോ എന്നും ഇവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഇത് ഉപേക്ഷിച്ചതാണോ എന്നും സംശയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ നിയമസഭാ ഇലക്ഷനിൽ നടന്ന സാഹചര്യത്തില് ഇലക്ഷൻ കഴിഞ്ഞ് നിസ്സാര ദിവസങ്ങളായ സാഹചര്യത്തില് ഈ ID കാർഡ് ഉപേക്ഷിച്ചത് ഇവിടെ മറ്റ് ID കാർഡുകൾ ഇവിടെ കേരളത്തിലേക്ക് ID കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കള്ളവോട്ടുകൾ ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ NIA പോലെയുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പൊ ഇത്തരത്തില് കള്ളവോട്ടുകൾക്ക് വേണ്ടിയിട്ട് ID കാർഡുകൾ ഉണ്ടാക്കുകയും അത് വോട്ട് ചെയ്തു കഴിയുകയും ചെയ്യുമ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത്തരത്തിൽ ആയിരക്കണക്കിന് കാർഡുകൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ലേ? തീർച്ചയായും. കാരണം ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്നോട് ഒരാൾ അവിടെ എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് നമ്മുടെ എയർപോർട്ട് അത്താണിയുടെ അവിടെ ഇതേപോലെ കാർഡുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? സാധാരണക്കാരൻ വോട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കുറച്ചുപേര് കാർഡുകൾ പ്രസിൽ നിന്ന് ഇഷ്ടം പോലെ അടിച്ച് ലാമിനേറ്റ് ചെയ്ത് അത് കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്നു. ആവശ്യം കഴിയുമ്പോൾ ഇത് വലിച്ചെറിയുന്നു, കൂട്ടമായിട്ട് വലിച്ചെറിയുന്നു. ഇവരുടെ ചങ്കൂറ്റം തന്നെ അപാരമാണ്. നശിപ്പിച്ച് കളയുക പോലുമല്ല, കൂട്ടമായിട്ട് കൂട്ടിയിട്ടേക്കുകയാണ് ചപ്പ് ചവറിനകത്ത്. അപ്പൊ ഇത്തരം രീതിയിൽ കളമശ്ശേരിയിൽ എവിടെ നിന്നാണ് ഈ കാർഡ് കിട്ടിയത്? എന്റെ സ്വന്തം വാർഡിൽ നിന്ന് തന്നെയാണ്. വിടാക്കുഴ എലഞ്ഞിക്കുളത്തിന് സമീപത്തു നിന്നാണ് ഇത്രയും ID കാർഡുകൾ ഒരുമിച്ച് കിട്ടിയത്. ഇത് ജനവാസ കേന്ദ്രത്തിൽ നിന്നാണോ അതോ കാട്ടിലോ ചപ്പ് ചവറിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നോ? അവിടെ ഒരു ചെറിയൊരു മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മാലിന്യത്തിന്റെ കൂടുതലായിരുന്നു ഇത് കടന്നിരുന്നത്. അവിടെ ഒരു കളിക്കാൻ വന്ന ഏതോ പയ്യനാണ് അതെടുത്ത് അവിടെ ഇൻഫോം ചെയ്തത് ഞങ്ങളുടെ അടുത്ത്. ബന്ധപ്പെട്ട അന്വേഷണം നടക്കുവാണെങ്കിൽ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ പ്രതികളെ കണ്ടെത്തുവാൻ സാധിക്കും. അത്തരം രീതിയിലൊക്കെ പോലീസ് ഇടപെടുകയോ അന്വേഷിക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? ആ പ്രദേശത്ത് CCTV ക്യാമറ ഒന്നും നിലവിലുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ മൊത്തം നോക്കിയായിരുന്നു CCTV ക്യാമറ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ CCTV ക്യാമറ ഒന്നും ഇല്ല എന്ന് ഉപേക്ഷിച്ചവർ ഇത് ഉറപ്പിച്ചതിന് ശേഷമാണ് അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടുള്ളത്. ഈ നിയമ നടപടിയായിട്ട് എന്തൊക്കെയാണ് ഇനി ഉദ്ദേശിക്കുന്നത്? കാരണം ഇത് പോലീസിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇത് അന്വേഷിച്ച് ഇതാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചില നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് എന്നാണ്. അതിന്റെ സംവിധാനങ്ങളിലുള്ള നുഴഞ്ഞുകയറ്റമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോലും അതിന്റെ പ്രവർത്തനത്തിൽ പോലും അഴിമതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതെ, കാരണം ഇനിയുള്ള കാലത്ത് ജനങ്ങൾക്കൊരു വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ പലരും വോട്ട് ചെയ്യാതെ വോട്ട് ഉപേക്ഷിച്ചു കൊണ്ട് മാറുന്നത്. നിലവില് 70-75% പോൾ ചെയ്യുന്ന സ്ഥലത്ത് ഈ തവണ പോൾ ചെയ്തിരിക്കുന്നത് 60-65% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്തോടുള്ള വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് കൂടാതെ ഞാൻ ഈ ID കാർഡ് പിടിച്ച സാഹചര്യത്തില് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും ID കാർഡുകൾ ഒരുമിച്ച് ഉപേക്ഷിക്കുന്ന സാഹചര്യത്തില് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ ID കാർഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. വേറെ ID കാർഡിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ആധാർ പോലെയുള്ള ആധാറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഇഷ്യൂ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഓക്കെ, താങ്ക് യു ബോസ്കോ. ഇത് ഏതായാലും കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. മുമ്പ് പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നും ഇതുപോലെ തന്നെ വലിയ തോതിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡുകൾ കണ്ടെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരൻ വിശ്വാസം അർപ്പിക്കുന്ന അവന്റെ വോട്ടിലുള്ള മൂല്യം, അതിന്റെ ധാർമ്മികതയും ജനാധിപത്യത്തിന്റെ പരിശുദ്ധിയുമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്.